Next is concat operation in data frame. Pandas provides various facilities for easily combining together series data frames. അപ്പോൾ സീരീസും ഡേറ്റ ഫ്രെയിംസും ഒക്കെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയസ് ഫെസിലിറ്റീസ് പാണ്ടാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലത്തെ ഫസ്റ്റ് വൺ ആണ് കോൺകാറ്റ് മെത്തേഡ്. ദ സിൻടാക്സ് ഈസ് ഗിവൺ ഹിയർ pd.concat objs objects, axis equal to 0, join equal to outer, join access equal to none, ignore index equal to false. ഇത്രയും വാല്യൂസ് ആ കോൺകാറ്റിലേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ചിലതൊക്കെ ഓപ്ഷണലാണ്. നമുക്കിനി ഇതിൽ ഓരോന്നും എന്താണ് മീൻ ചെയ്യുന്നത് നോക്കാം. OBGS ഒബ്ജക്ട്സ് അല്ലേ. ദിസ് ഈസ് എ സീക്വൻസ് ഓർ മാപ്പിംഗ് ഓഫ് സീരീസ് ഓർ ഡേറ്റ ഫ്രെയിം ഓർ പാനൽ ഒബ്ജക്ട്സ്. നമുക്ക് ഡേറ്റ ഫ്രെയിമിനെ കോൺകാറ്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് എന്താണ് പാസ് ചെയ്യുന്നത്, ചിലപ്പോൾ ഡേറ്റ ഫ്രെയിം ആവാം, ചിലപ്പോൾ സീരീസ് ആവാം, അത് ഏതാണോ ഒബ്ജക്റ്റ് വെച്ചാൽ അത് കൊടുക്കും. ദെൻ ആക്സിസ് 0 or 1 എക്സെക്ട് അല്ലേ. ഡിഫോൾട്ട് is 0. ദിസ് ഈസ് ദി ആക്സിസ് ടു കോൺകാറ്റിനേറ്റ് എലോങ്. ഏത് ആക്സിസ് വഴിയാണ്, അതായത് ഒന്നുമില്ലെങ്കിൽ റോ വൈസ് ആവും, ചിലപ്പോൾ കോളം വൈസ് ആവും. റോ വൈസ് ആണെങ്കിൽ അത് ആക്സിസ് ഈക്വൽ ടു 0 ആയിരിക്കും, കോളം വൈസ് ആണെങ്കിൽ ആക്സിസ് ഈക്വൽ ടു 1 ആയിരിക്കും. അത് പറയുന്നതാണ് അവിടെ ആക്സിസ് എന്നുള്ള പാരാമീറ്റർ. ദെൻ ജോയിൻ എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ ഇന്നർ ജോയിൻ ആവാം, അല്ലെങ്കിൽ ഔട്ടർ ജോയിൻ ആവാം. Then default is outer. How to handle index or indices on other axis. Outer for union and inner for intersection. അതായത് ഔട്ടർ എന്നുള്ള ജോയിൻ ആണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അത് രണ്ട് ഡേറ്റ ഫ്രെയിംസ് ആണെങ്കിൽ അതിൻ്റെ രണ്ടിലത്തെ വാല്യൂസ് യൂണിയൻ ഓപ്പറേഷനാണ് അവിടെ നടത്തുക. ഇന്നർ ആണെങ്കിൽ അത് ഇൻ്റർസെക്ഷനാണ് നടത്തുക. ഓക്കെ, അത് നമ്മൾ വഴിയെ നമുക്ക് മനസ്സിലാവും, എക്സാമ്പിൾസിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, ഇഗ്നോർ ഇൻഡെക്സ് ഇസ് ബൂളിയൻ ടൈപ്പാണ്. അത് ഡിഫോൾട്ട് ഈസ് ഫാൾസ്. ഇഫ് ട്രൂ, ഡു നോട്ട് യൂസ് ദി ഇൻഡെക്സ് വാല്യൂ ആസ് ദി കോൺകാറ്റിനേഷൻ ആക്സസ്. ദ റിസൾട്ടിംഗ് ആക്സസ് വിൽ ബി ലേബിൾഡ് 0, 1, 2 etc. n-1. അതായത് ഇപ്പോൾ രണ്ട് ഡേറ്റ ഫ്രെയിമിലും ഇൻഡെക്സിങ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 0, 1, 2, 3, 4 എന്നൊന്നിൽ കൊടുത്തിട്ടുണ്ടാവാം, ചിലപ്പോൾ അടുത്തതിലും 0, 1, 2, 3 അടുത്തതിലും കൊടുത്തിട്ടുണ്ടാവാം. ഇവിടെ നമ്മൾ ഇഗ്നോർ ഇൻഡെക്സ് ട്രൂ ആ കൊടുത്തെന്ന് വെച്ചാൽ അതിൻ്റെ റിപ്പീറ്റേഷനായിട്ട് വരും 0, 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞിട്ട്. ഫോൾസ് ആണെങ്കിൽ വീണ്ടും ആ തന്നിട്ടുള്ള അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. നമുക്ക് ഇനി വരുന്ന എക്സാമ്പിൾസിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്താണെന്നുള്ളത്. ഓക്കെ, ദെൻ ജോയിൻ ആക്സസസ്. This is the list of index objects, specific indices to use for the other axis instead of performing inner or outer set logic. This is the list of index objects, specific indices to use for the other n-1 axis instead of performing inner or outer set logic. നമുക്ക് ഇത് എക്സാമ്പിൾ വഴി ക്ലിയർ ആക്കി തരാം കേട്ടോ. So the concat method performs concatenation operations along an axis. concat method യൂസ് ചെയ്തിട്ടാണ് ഈ concatenation operation നടക്കുന്നത്. Look at the example 1. Here we are creating two dictionaries, dictionary 1 DIC1 and DIC2, and df1 data frame df1 equal to pd.data frame dic1. അപ്പോൾ df1 ക്രിയേറ്റ് ചെയ്യുന്നത് ഡിക്ഷണറി 1 എന്നും df2 ക്രിയേറ്റ് ചെയ്യുന്നത് ഡിക്ഷണറി 2 എന്നും. df2 ഈക്വൽ ടു pd.data frame ഡിക്ഷണറി 2. അപ്പോൾ ഈ ഡിക്ഷണറി 1ൽ കീസ് എന്ന് പറയുന്നത് ID വാല്യൂ 1 വാല്യൂ 2, ഡിക്ഷണറി 2ലും അതേപോലെ തന്നെ ID വാല്യൂ 1 വാല്യൂ 2 സെയിം നെയിമിലുള്ള കീസാണ് രണ്ട് ഡിക്ഷണറിയിലും ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ വി ആർ ക്രിയേറ്റിംഗ് df3 ബൈ കോൺകാറ്റിനേറ്റിംഗ് df1 ആൻഡ് df2. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള കോൺകാറ്റിലേക്ക് ജസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് മാത്രമേ പാസ് ചെയ്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഡിഫോൾട്ട് വാല്യൂസാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് പ്രിൻറ്റ് DF1 DF3 എന്നാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ DF1ൽ നമുക്ക് ഡിക്ഷണറി ഫസ്റ്റ് ഡിക്ഷണറി വാല്യൂ ഉണ്ട്, DF2ൽ സെക്കൻഡ് ഡിക്ഷണറി വാല്യൂ ഉണ്ട്. DF3 ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 9th ലൈനിൽ നമ്മൾ പ്രിൻറ്റ് DF3 കൊടുത്തു. അപ്പോൾ കോൺകാറ്റിനേഷൻ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. നോക്കി നോക്കൂ, ഇത് റോ വൈസ് ആണ് നമ്മൾ കോൺകാറ്റിനേറ്റ്, കാരണം ആക്സസ് 0 ആണ് എടുത്തിരിക്കുന്നത്. ബൈ ഡിഫോൾട്ട് ആക്സസ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡെക്സ് വന്നിരിക്കുന്നത് 0 1 2 3 4 5 3 4. ഓക്കെ, അവിടെ ആദ്യത്തെ ഡിക്ഷണറിയിൽ നമുക്ക് 5 ID ആണുള്ളത് അല്ലേ, 5 ID വരെയുള്ളത്. അതുകൊണ്ട് അവിടെ 0 to 4 ഇൻഡെക്സ് എടുത്തു. അപ്പോൾ അതിൻ്റെ വാല്യൂസ് അവിടെ നമുക്ക് കാണിച്ചു തന്നു. വാല്യൂ 1, വാല്യൂ 2, ABCDEF GH IJ വാല്യൂസ് വരെ വന്നു. വാല്യൂ 1, വാല്യൂ 2 വന്നു. എഗെയിൻ DF2 ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത് ഡിക്ഷണറി 2ൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീണ്ടും ഇൻഡെക്സ് എന്ത് വന്നു, 0 1 2 3 4. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പാരാമീറ്റേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്, നമ്മൾ ഇവിടെ ഇഗ്നോർ ഇൻഡെക്സ് ഫോൾസ് ആണ് ബൈ ഡിഫോൾട്ട്. അതുകൊണ്ടാണത് വീണ്ടും ആ ഇൻഡെക്സ് റിപ്പീറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ വി ആർ ക്രിയേറ്റിംഗ് ദ സെയിം 2 ഡിക്ഷണറീസ് ആൻഡ് DF1 ക്രിയേറ്റ് ചെയ്തു, DF2 ക്രിയേറ്റ് ചെയ്തു, ആൻഡ് DF3 ക്രിയേറ്റ് ചെയ്തപ്പോൾ കോൺകാറ്റ് മെത്തേഡിലേക്ക് വി പാസ്റ്റ് ഇഗ്നോർ ഇൻഡെക്സ് ഈക്വൽ ടു ട്രൂ. ഇഗ്നോർ ഇൻഡെക്സ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ഇഫ് വി want the row labels to adjust automatically according to the join, we will have to set the argument ignore index as true while calling the concat function. കണ്ടോ, ഇഗ്നോർ ഇൻഡെക്സ് നമ്മൾ ട്രൂ ആക്കി സെറ്റ് ചെയ്താൽ മാത്രമാണ് ഇഫ് വി വാണ്ട് ടു അഡ്ജസ്റ്റ് ദി റോ ലേബൽസ് ഓട്ടോമാറ്റിക്കലി അക്കോർഡിംഗ് ടു ദ ജോയിൻ അനുസരിച്ചിട്ട് റോ ലേബൽസ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇഗ്നോർ ഇൻഡെക്സ് ട്രൂ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ ശരിക്കും ഇൻഡെക്സ് നേരത്തെ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുമ്പോൾ എന്താണ്, 0 1 2 3 4 ഇവിടെ വന്നു. വീണ്ടും 0 1 2 3 4 ആയിരുന്നു വരുന്നത്. ഇഗ്നോർ ഇൻഡെക്സ് ഫോൾസ് ആയപ്പോൾ ഇവിടെ ട്രൂ കൊടുത്തത് കൊണ്ടാണ് ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നത്. ഇൻഡെക്സ് റിപ്പീറ്റ് ചെയ്ത് വന്നു. 0 1 2 3 4 5 6 7 8 9 എന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നു. അവിടുത്തെ വാല്യൂസും ID-യും ഒക്കെ അതേപോലെ തന്നെ വരും. 1 2 3 4 5 വരെ. പിന്നെ അടുത്തതിൽ 2 3 6 7 8 എന്ന് വന്നു. ഓക്കെ.